ഹലോ ഗായ്സ്, നമുക്ക് ഡ്രിഫ്റ്റ് ആൻഡ് കോ ടോയ്സ് നമുക്കൊരു കാർ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അന്ന് അതിൻ്റെ അൺബോക്സിങ് ആണ്. ഓക്കെ, ഈ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമ്മൾ കാർ അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ ഏത് കാറാണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. പാക്കിങ് അടിപൊളിയായിരുന്നു. നമുക്ക് പാക്കിൻ്റെ ഒരു വരുന്നതായിരിക്കും, ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നതായിരിക്കും. നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഇവരെ പേജ്. ഇൻസ്റ്റയിൽ അത് അടിച്ചാൽ മതി, ഡ്രിഫ്റ്റ് ആൻഡ് കോ ടോയ്സ്. പാക്കിങ് കീഴിലാണ്. ഓക്കെ, നമുക്ക് അധികം സമയം വഹിക്കേണ്ട, ഏതാ കാറെന്ന് നോക്കാം. ഓക്കെ, പോളോ ജിറ്റിയാണ്, കിള്ളം വണ്ടിയാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അയച്ചു തന്ന ഡ്രിഫ്റ്റ് ആൻഡ് കോയ്ക്ക് ഒരു ടാങ്ക്സ് അറിയിക്കുകയാണ്. ഓക്കെ, കിള്ളം പാക്കിംഗ് ആണ് ഇവർ വരുന്നത്. ഡെലിവറി ഒക്കെ അടിപൊളിയായിരുന്നു. 1 to 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കേരളത്തിൽ ഇവിടെ ഡെലിവറി ഒക്കെ ചെയ്യുന്നതിന്. പിന്നെ ഇനി ഭയങ്കര റേറ്റ് കുറച്ചാണ് ഇവർ RCs ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഞാൻ ഇൻസ്റ്റാ പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ആ ഒരു കോഡ് അയച്ചു തരാം. എൻ്റെ വാട്സപ്പിലായിട്ട് ഞാൻ കോഡ് അയക്കുന്നതായിരിക്കും, നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ അയച്ചുന്ന കാറ്. ഓക്കെ, ഇതൊരു ടോയ് ബോയിൻ്റെ ബ്രാൻഡാണ് കാറ് വരുന്നത്. LED ലൈറ്റ്സ്, പിന്നെ നമുക്ക് മറ്റേ സ്റ്റിയറിംഗ് ട്രിമ്മിൻ്റെ ഓപ്ഷൻ, പിന്നെ ഗൺ ടൈപ്പ് റിമോട്ടാണ് വരുന്നത്. ഇതാണ് അവസാനം. ഓക്കെ, പിന്നെ കോൺസ്, ടയേഴ്സ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. 4WD ആണ് കാർ വരുന്നത്. സ്കെയിൽ 1:24 സ്കെയിലാണ് ഇത് വരുന്നത്. ഫീച്ചേഴ്സ് പ്രൊപ്പോർഷണൽ ത്രോട്ടിലൊക്കെയാണ്. അപ്പോൾ കാര്യങ്ങൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് തന്നെ നോക്കി നോക്കാം. ഇതാണ് ഗൺ ടൈപ്പ് റിമോട്ട് വരുന്നത്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ RCs ഒക്കെ വാങ്ങണമെങ്കിൽ ഞാനിവരെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഡിസ്കൗണ്ടിൻ്റെ കോഡ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. ഓക്കെ, അയച്ചു തന്നെയായിരിക്കും. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. അടിയിലുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ തുറന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു നോക്കി നോക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. ബോക്സ് പിടിക്കട്ടെ, കോൺസൊക്കെ ചാടി ഗൈസ് കാണുന്നുണ്ട് ശരിക്കും. ഇതാണ് വണ്ടി. ഓക്കെ, ഇതാണ് പോളോ ജിറ്റി. നമ്മൾ ബ്ലൂ കളറാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം അടിപൊളിയാണ് വണ്ടി കാണുമ്പോൾ നമ്മൾ ലുക്കാലെ. സൈഡിൽ നിന്ന് കറക്റ്റ് പോളോ ജിറ്റിന് റാലിയാണ് ഇത് ശരിക്കും വരുന്നത്. റാലി മോഡലാണ്. നമുക്ക് എക്സ്ട്രാ കോൺസൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. പക്ഷേ നമുക്ക് വണ്ടി എടുത്ത് നോക്കാം, അവിടേക്ക് മാറ്റി വെക്കാം. അടിയിൽ ഇവർ സപ്പോർട്ടിനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇത് നട്ടയച്ച് നോക്കാം. ഓക്കെ, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ കാറ് വരുന്നത്. അടിപൊളിയാണ്, കിടിലൻ വണ്ടി, എനിക്കിഷ്ടപ്പെട്ട്. ഇടുക്കാച്ചി വണ്ടി കേട്ടോ, രക്ഷയില്ല. ഡീറ്റെയിലിംഗ് ഒക്കെ സൈഡിൽ നോക്കുമ്പോൾ കറക്റ്റ് പോളോ ജിറ്റിയാണ്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ചെറിയ റാലി ലുക്കുള്ളതാണ്, കുഴപ്പമില്ല. എന്നാൽ കിടിലൻ വണ്ടിയാണ്. 4 വീൽ ഡ്രൈവാണ് വരുന്നത്. റിയൽ സ്മോക്ക് വരുന്നുണ്ട്, സ്പ്രേ എഫക്റ്റാണ്, ഇതിൽ വെള്ളം ഒഴിക്കണം. ഓക്കെ, പിന്നെ കിടുക്കം സ്പോയിലർ വരുന്നുണ്ട്. കിടിലൻ വണ്ടിയാണ്. പിന്നെ നമുക്ക് വണ്ടി പിടിക്കട്ടെ, അലോയ്സൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ബാക്കി എന്തൊക്കെ കിട്ടിയെന്ന് നോക്കി നോക്കാം. നമുക്കിതുണ്ട് കോൺസ് വരുന്നുണ്ട് കേട്ടോ. കോൺസ് വരുന്നുണ്ട്, 3 കോൺസ് വരുന്നുണ്ട്. ഇതാണ് കോൺസ്. ഞാൻ ക്യാമറ ചെറുതായിട്ട് തിരിക്കാം. അപ്പം ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസ് വരുന്നത്. നമുക്ക് 3 എണ്ണമാണ് കോൺസ് വരുന്നത്. 3 കോൺസാണ് വരുന്നത്.
പിന്നെ നമുക്ക് ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് വരുന്നുണ്ട്. നമുക്ക് റിമോട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ വരുന്നത് നോക്കാം. നമുക്കൊരു കേബിൾ USB ചാർജ് കേബിൾ വരുന്നുണ്ട്. പിന്നെ സ്ക്രൂസ്, ടയേഴ്സിൻ്റെ സ്ക്രൂസ് അയക്കാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്മോക്കിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാന് പോലത്തെ സംഭവം, ഇതൊരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് റിമോട്ട് കിഡിലാണ്, ക്വാളിറ്റി പക്കാണ്. ഇത് ഫൈബറാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം കനമുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി. പിന്നെ വെച്ചാൽ ഗൈറോ ഒന്നുമില്ല, ഗൈറോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ സസ്പെൻഷൻ ഉണ്ട് ഗൈസ്, സസ്പെൻഷൻ ഉണ്ട്, കാണിച്ചു തരാം. സസ്പെൻഷൻ വരുന്നുണ്ട്. അത് കിഡിലായിട്ട് എനിക്ക് തോന്നി, അത്യാവശ്യം നൈസായിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി പക്ക കിടുക്കൻ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് ഇത്. പിന്നെ നമുക്ക് വണ്ടിയിൽ ബാറ്ററി ഇട്ട് നോക്കിയാൽ, സ്ക്രൂ അഴിച്ച് നോക്കാം. ഇവിടെയാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാറ്ററി വരുന്നത്. ഓക്കെ, കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇതാണ് ബാറ്ററി, 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. നമുക്കൊരു പ്ലേ ടൈം നോക്കിയപ്പോൾ ഇതൊരു 40 മിനിറ്റ്സ് കിട്ടുമായിരിക്കും. എല്ലാം ആ ഡ്രിഫ്റ്റ് RCയിലൊക്കെ അങ്ങനെ വരുന്നത്. ഫുൾ ത്രോട്ടിലൊക്കെ കൊടുത്ത് ഓട്ടിക്കുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ്സൊക്കെ കിട്ടുള്ളൂ. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അണ്ടർ ബോഡി ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ഇതൊക്കെ കൺട്രോളബിളാണ്, എല്ലാം കൺട്രോളബിളാണ്. ബാക്ക് ടൈൽ ലൈറ്റ് ഉണ്ട്, സ്മോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം റിമോട്ടാണ്. നമുക്ക് അത് തന്നെ ബാറ്ററി ഒന്ന് ചാർജിനിടാം. ഓക്കെ, അപ്പോൾ ബാറ്ററി ചാർജ് ആകുമ്പോഴേക്കും നമുക്ക് റിമോട്ടിൻ്റെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കി നോക്കുക. ഇത് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് റിമോട്ടിൽ. ഓക്കെ, പിന്നെ റിമോട്ടിൽ ഓക്കെ AA ബാറ്ററി വേണം, 2 ഓക്കെ നമുക്കതിടാം. ഓക്കെ, നമുക്ക് പ്രൊപ്പോർഷണൽ ത്രോട്ടിലാണ്, ബട്ട് പ്രൊപ്പോർഷണൽ സ്റ്റിയറിങ് വരുന്നില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഓരോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററി ഇട്ട് നോക്കി നോക്കാം. പിന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലൈറ്റ്, സ്പ്രേ ആൻഡ് ലൈറ്റ്സിൻ്റെ ആണ്. സ്പ്രേ ബാക്കത്തെ സ്പ്രേൻ്റെ ഈ സംഭവത്തിൻ്റെ ആണ്. പിന്നെ ഫ്രണ്ട് ലൈറ്റ്സിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്വിച്ച് വരുന്നത് അണ്ടർ ബോഡി ലൈറ്റ്സ് ആണ്. പിന്നെ ഇത് റിമോട്ട് ഓൺ ഓഫ്. പിന്നെ ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഇത് ആക്സിലറേഷൻ, ഫോർവേഡും ബാക്ക്വേഡും. പിന്നെ അത്രയൊക്കെയുള്ളൂ. പിന്നെ അതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഒരു റാലി സ്പ്രേ ഡ്രിഫ്റ്റ് കാറാണിത് മെയിനായിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ റിമോട്ടിൽ 2 ബാറ്ററി ഇട്ട് നോക്കി നോക്കാം. ഓക്കെ, റിമോട്ടിൽ സ്ക്രൂസൊന്നും വരുന്നില്ല. ഓൺ ചെയ്ത് നോക്കുക. ഓക്കെ, അവിടെ സിഗ്നൽ ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കി നോക്കാം. കണക്ട്. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാതെ. ഓക്കെ, സ്ക്രൂവും കൂടി ഇട്ടേക്കാം. നമുക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കി നോക്കുക. ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. വാവ്, കിടലായിട്ടുണ്ട്. ലൈറ്റ്സ് ഓൺ ആയിട്ടുണ്ട്. അണ്ടർ ബോഡി ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. റിമോട്ട് ജസ്റ്റ് ഒന്ന് ബ്ലിങ്കിങ് നിന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ,
ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ഓക്കെ. വണ്ടി ഇപ്പോൾ ഇതായിട്ടുണ്ട്. സ്വിച്ചൊക്കെ ഒന്ന് നോക്കിയോ. ഫസ്റ്റ് സ്വിച്ച് ഓക്കെ, ബാക്ക് ലൈറ്റ് ഉണ്ട്, ഓണ്. പിന്നെ ഫ്രണ്ട് ലൈറ്റ് രണ്ടും ഒരു സ്വിച്ചിലാണ്. പിന്നെ രണ്ടാമത്തെ സ്വിച്ച് വരുന്നത് അണ്ടർബോഡി ലൈറ്റ്. ഇനി മൂന്നാമത്തെ വെച്ചാൽ സ്പ്രേ എഫക്റ്റ്. വെള്ളം ഒഴിച്ചിട്ടില്ല, ഒഴിച്ച് നോക്കാം നമുക്ക്. ഇതുവഴിയാണ് ഒഴിക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കാണിച്ചു തരാം. ഇത് ഡീറ്റെയിൽ റിവ്യൂ വരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളിപ്പോൾ അൺബോക്സിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പ്രൊപ്പോർഷണൽ ത്രോട്ടിലാണ്. ഭയങ്കര പവറാണ് വണ്ടി. കാണിച്ചു തരാം. ത്രോട്ടിൽ ഇതിപ്പോൾ ലോ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മീഡിയം സ്പീഡിലേക്ക് ആക്കി നോക്കാം. ഇപ്പോൾ മീഡിയം സ്പീഡാണ്. ഹൈ സ്പീഡ് നോക്കി നോക്കാം. ഓക്കെ, ഭയങ്കര പവർഫുള്ളാണ് വണ്ടി. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ ഇത്രേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ നോക്കിയാൽ അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് ടയേഴ്സ് കിട്ടി, സസ്പെൻഷൻ ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, ഡീറ്റെയിൽഡ് അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് വേണ്ടവർ ഒന്ന് ജസ്റ്റ് എനിക്കൊരു വാട്സപ്പിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ബൈ ഗായ്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമുക്ക് അടുത്ത ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഓക്കെ.